ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇപ്പോൾ നമ്മുടെ ഡ്രോവർ സ്ക്രീൻ 1 എന്ന് പറയുന്ന സ്ക്രീനിൻ്റെ ഈ ഒരു ഹെഡർ ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രോവർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡ്രോവർ സ്ക്രീനിൽ വന്നിട്ട് നമുക്കൊരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ടച്ചബിൾ ഒപ്പാസിറ്റി ഇമ്പോർട്ട് ചെയ്യാം. അതിലൊരു ടെക്സ്റ്റ് കൊടുക്കാം, ഓപ്പൺ ഓപ്പൺ ഡ്രോവർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഈ വ്യൂവിന് സ്റ്റൈൽ കൊടുക്കാം, ഫ്ലെക്സ് 1, അലൈൻ ഐറ്റംസ് സെൻറ്റർ, അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്കെങ്ങനെ നമ്മുടെ ഡ്രോവറിനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് നാവിഗേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നാവിഗേഷനെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺസ്റ്റ് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലേക്ക് യൂസ് നാവിഗേഷൻ എന്ന് പറയുന്നൊരു ഹുക്ക് ഞാൻ കോൾ ചെയ്യുന്നു. ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നാവിഗേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഓപ്പൺ ഡ്രോവർ ആക്ഷൻ എന്ന് കൊടുക്കാം. അതൊരു ആരോ ഫങ്ഷൻ ആക്കാം. അതിൽ നമ്മൾ ചെയ്യുന്നത് നാവിഗേഷൻ ഡോട്ട് ഓപ്പൺ ഡ്രോവർ എന്ന് പറയുന്ന ഫങ്ഷൻ കൊടുക്കാം. ഓൺ പ്രസ്സിൽ ആ ഫങ്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പം നമ്മുടെ ഡ്രോവർ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് നാവിഗേഷൻ ഡോട്ട് ഓപ്പൺ ഡ്രോവർ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നാവിഗേഷൻ ഡോട്ട് ഓപ്പൺ ഡ്രോവർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനോട് കൊടുത്തു നോക്കാം. നാവിഗേഷൻ ഡോട്ട് ടോഗിൾ ഡ്രോവർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്താലും നമ്മൾ ഡ്രോവർ ഓപ്പൺ ആകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡ്രോവറിനെ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഡ്രോവറിൻ്റെ കുറച്ച് പ്രോപ്സ് നോക്കാം. അതിലൊന്നാമത്തെയാണ് ഇനീഷ്യൽ റൗട്ട് നെയിം. നമ്മൾ സ്റ്റാക്ക് നാവിഗേഷനകത്ത് കണ്ട പോലെ തന്നെ നമുക്ക് ഇനീഷ്യലി ഏത് ഡ്രോവറാണോ ഇനീഷ്യലി ഏത് സ്ക്രീനാണോ ഡ്രോവറിൽ ആദ്യം കാണിക്കേണ്ടത് അത് വരാനായിട്ടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നതായിരിക്കും ഡിഫോൾട്ടായിട്ട് വരിക. അപ്പോൾ അതിന് നമ്മൾ ഇനീഷ്യൽ റൗട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രോവർ സ്ക്രീൻ 1 കൊടുക്കും. ഡ്രോവർ സ്ക്രീൻ 1 കൊടുത്തു. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ഒന്നുമില്ല, കാരണം ഈ ഡ്രോവർ സ്ക്രീൻ 1 എന്ന് പറയുന്ന സ്ക്രീൻ തന്നെയാണ് ആദ്യം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഒന്ന് കൊടുത്തു നോക്കാം. 2 കൊടുത്തു. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം.
റീഫ്രഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഡ്രോവർ സ്ക്രീൻ 2 ആണ് ഇതിൽ ഇനീഷ്യലായിട്ട് റെൻഡർ ആയിരിക്കുന്നത്. ഈ ലിസ്റ്റിലല്ല വരുന്നത് നമ്മുടെ ഫസ്റ്റ് സ്ക്രീന്, അത് ഏത് സ്ക്രീനാണോ ഓപ്പൺ ആയിരിക്കുന്നത് അത്. ഇപ്പോൾ 2 ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കത് പിന്നെ തിരിച്ചൊന്നുകൂടെ 1 ആക്കി നോക്കാം. 1 ആക്കിയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ 1 തന്നെ വന്നിട്ടുണ്ട്. സ്ക്രീൻ 1ലാണ് നമ്മൾ ഈ ബട്ടൺ ആഡ് ചെയ്തേക്കുന്നത്. ബട്ടണിൽ ഓപ്പൺ ഡ്രോവർ ആക്ഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനുള്ളിൽ നമ്മൾ നാവിഗേഷൻ എടുത്തിട്ട് നാവിഗേഷൻ ഡോട്ട് ടോഗിൾ ഡ്രോവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോവർ ഓപ്പൺ ആകും. ഡ്രോവറിന് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡ്രോവർ ക്ലോസ് ആകും. എന്നിട്ട് ആ കമ്പോണൻറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് ഈ ഡ്രോവറിൻ്റെ ഓരോ സ്ക്രീനും ഒരു ഡ്രോവർ ലേബൽ കൊടുക്കാൻ പറ്റും. ഡ്രോവർ ലേബൽ എന്ന് പറയുന്നത് ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്കതിൽ ഒരു ടെക്സ്റ്റായിട്ട് കൊടുക്കാം. ടെക്സ്റ്റിൽ നമുക്ക് ഹോം എന്ന് കൊടുക്കാം. അതിവിടെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഹോം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ടെക്സ്റ്റിന് വേണമെങ്കിൽ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. സ്റ്റൈൽ ഈക്വൽ ടു നമുക്ക് കളറ് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ ആ കളറ് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോവർ ലേബൽ എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷനുണ്ട്. അതായത് ഇതൊരു ഫങ്ഷണൽ കമ്പോണൻ്റാണ്. അപ്പോൾ നമുക്കൊരു ആർഗ്യുമെൻറ്റ് കിട്ടും. ഫോക്കസ്ഡ് എന്ന് പറയുന്നൊരു ആർഗ്യുമെൻറ്റ് കിട്ടും. അതായത് ഇപ്പം ഈ ഒരു സ്ക്രീൻ ഫോക്കസ്ഡ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഈ ടെക്സ്റ്റിനകത്ത് നമുക്ക് ഒരു ടെർണറി ഓപ്പറേറ്ററായിട്ട് ഈ ഫോക്കസ്ഡിനെ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറ് നമുക്ക് റെഡ് എന്ന് കൊടുക്കാം. ഫോക്കസ്ഡ് ആണെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ഈ ഒന്നാമത്തെ സ്ക്രീനാണ് ഇവിടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഫോക്കസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ കളറ് റെഡാണ്. നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്ക്രീനിലേക്ക് പോയി. രണ്ടാമത്തെ സ്ക്രീനിൽ വന്ന് നോക്കുമ്പോൾ എന്താ, ഈ ഹോം എന്നുള്ളതിൻ്റെ കളറ് വന്നേക്കുന്നത് ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഡ്രോവർ ലേബൽ പോലെ തന്നെ നമുക്ക് ഐക്കൺ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ സ്ക്രീനും ഐക്കൺസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമുക്ക് ആദ്യം നമുക്ക് ഡ്രോവർ ലേബൽ പോലെ നമുക്ക് ഡ്രോവറിൻ്റെ ഓരോ ഐക്കൺസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഐക്കൺ ആദ്യം ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഫ്ലാറ്റ് ഐക്കൺസ് എന്ന് പറയുന്നൊരു സൈറ്റിൽ നമുക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹോം എന്ന് പറയുന്ന ഐക്കൺ ഉണ്ടോ നോക്കാം. ഓക്കെ, നമുക്കൊരു ഹോമിൻ്റെ ഐക്കൺ കിട്ടിയിട്ടുണ്ട്. നമ്മളത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. രണ്ടാമത്തെ സ്ക്രീനൊരു സെറ്റിങ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.